എന്നും കമ്മലിൻ്റെ വീഡിയോസ് തന്നെയല്ലേ ഇടല്. ഇന്ന് നമുക്കൊരു കുഞ്ഞ് അൺബോക്സിങ് ആക്കാം. എൻ്റെ കയ്യിലുള്ള മെറ്റീരിയൽസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ ഞാൻ കടയിൽ പോയതാണ് കേട്ടോ. ആദ്യം തന്നെ കാണിക്കണത് കുറച്ച് ഹാങ്ങിങ് ബീഡ്സ് ആണ്. ഇത് സാധാ ബീഡ്സ് ആണ് കേട്ടോ. അത് ഞാൻ കെട്ടിയിട്ട് ഹാങ്ങിങ് ബീഡ്സ് ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ കമ്മൽ ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ അങ്ങനത്തെ ബീഡ്സ് ഒന്നും വാങ്ങിക്കലല്ല, ഹാങ്ങിങ് ബീഡ്സ് തന്നെ വാങ്ങിക്കലാണ്. പക്ഷെ ഉണ്ടല്ലോ, അത് നമുക്ക് മുതലാവൂല, നല്ല റേറ്റ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുന്തൻ സ്റ്റോൺസ് ആണ് വാങ്ങിച്ചത്. എൻ്റെ കയ്യിൽ 1-2 കളേഴ്സും ഷേപ്പൊക്കെ ഉണ്ട്, ഇല്ലാത്ത നോക്കി വാങ്ങിച്ചതാണ്. ഇപ്പോൾ പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് തോന്നുന്നു, ചില ഷേപ്പിലും കളേഴ്സിലും. പിന്നെ ഈ ഐ ഷേപ്പ് എൻ്റെ കയ്യിലുണ്ടേന്, അതിൻ്റെക്കാട്ടിലും കുറച്ചുകൂടെ വലുത് കണ്ടപ്പോൾ എടുത്തതാണ് കേട്ടോ. പിന്നെ ഇതാ ഡയമണ്ട് സ്റ്റോൺസ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചില സാധനങ്ങളൊക്കെ എന്തിനാണ് എടുത്തതെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല, ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ അങ്ങോട്ട് എടുത്തതാണ് കേട്ടോ. പിന്നെ ഇതാ ഈ സ്ക്വയർ ഷേപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ചെറിയ സൈസാണ് എൻ്റെ കയ്യിലുള്ളത്. കുറച്ചുകൂടെ വലിയ സൈസ് കണ്ടപ്പോൾ അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ പേൾസ്, ഞാൻ ഗുങ്കുറൂസൊക്കെ വലിയ കെട്ടി എടുക്കലാണ്, അങ്ങനെ ഞാൻ പേൾസ് എടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഹാഫ് പേൾസും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ വാങ്ങിക്കണം എന്ന് കരുതിയിട്ട് പോയത് തന്നെയാണ്. പിന്നെ ചിലതൊക്കെ ഉണ്ടല്ലോ നമ്മൾ അവിടുന്ന് കാണുമ്പോൾ എടുക്കുന്നതാണ്, അങ്ങനെ എടുത്തതാണ് ആ ഹാഫ് പേഴ്സ്. എന്നോ ഒരു ദിവസം പിൻട്രസ്റ്റിൽ ഒരു ഡിസൈൻ കണ്ടപ്പോഴേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കയ്യിലാണെങ്കിൽ ആ ബീഡ്സ് ഇല്ല. പക്ഷെ ഇപ്പോൾ ആണെങ്കിൽ ആ ബീഡ്സ് കിട്ടിയപ്പോൾ ആ ഡിസൈൻ ഏതേനെന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ പിന്നെ വാങ്ങിച്ചതാണ് ഈ കമ്മലിൻ്റെ ഈ ബാക്കിലിടുന്ന സംഭവം. ഇത് എത്ര വാങ്ങിച്ചിട്ടും കാര്യമില്ല, എൻ്റെ കയ്യിൽ കാണൂല. അതേപോലെ തന്നെ കുറച്ച് ജമ്പറിങ്സ് മേടിച്ചിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ചതാണ് ഈ ഒരു പേൾ ചെയിൻ. ഇത് മീറ്ററിന് 40-45 ആണെന്നാണ് കേട്ടോ തോന്നുന്നത്, എനിക്ക് കറക്റ്റ് റേറ്റ് അറിയില്ല. കാരണം ഞാൻ വേറെയും പേൾ ചെയിനും സ്റ്റോൺ ചെയിനും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. 40, 45, 35 ഇങ്ങനെയൊക്കെയാണ് മീറ്ററിന് ഓരോ സാധനത്തിനും റേറ്റ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ജിമിക്കി ബേസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ മറ്റേ എന്തേനെ പേര്, ഗിയർ ലോക്കാണ് കേട്ടോ. അത് കുറേ പേര് വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഗിയർ ലോക്ക് പ്രസ് ചെയ്യാന്നൊക്കെ, ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ കുറച്ച് ബോൾ പിന്നും അതേപോലെ ഹെഡ് പിന്നും വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമുക്കുണ്ടല്ലോ ഈ ഹാങ്ങിങ് ബീഡ്സ് ഉണ്ടാക്കാമല്ലോ എന്ന് കരുതിയിട്ട് വാങ്ങിച്ചതാണ്. അതേപോലെ പിന്നെ കുറച്ച് വൈറ്റ് പേൾസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെ റിങ് ഇല്ലേ, കമ്മലൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന റിങ്സ്, അങ്ങനെ 2 ഷേപ്പല്ല സൈസിലുള്ള 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്, 2 ജോഡി. ഇതൊക്കെ ഞാൻ മുമ്പും വാങ്ങിച്ചതാണ്. ഇതിൻ്റെ സിൽവർ കളറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ എവിടെയോ ഉണ്ട്, തിരഞ്ഞിക്കുകയാണെങ്കിൽ കാണും, പക്ഷെ എവിടേക്കോ പോയി ഉണ്ട് കുറേ. പിന്നെ ഇതാ ഈ ഒരു പേൾ ചെയിൻ ആണോ ബീഡ്സ് ചെയിൻ ആണോ. പിന്നെ 2 ക്ലിപ്പ് സ്റ്റോൺ വാങ്ങിയിട്ടുണ്ട്. ഇതിന് ഒന്നിന് 10 രൂപയാണ് കേട്ടോ. എന്തൊക്കെ ഭംഗിയുള്ള കളറുകളാണെന്നറിയോ. പിന്നെ ഞാൻ ആദ്യം ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ, എന്നിട്ട് വേണമെങ്കിൽ വാങ്ങിക്കാൻ. അത് വെച്ചിട്ട് വളയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഗുങ്കുരൂസ് വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പേരും ഗുങ്കുരുവാണ്. നമ്മൾ കമ്മലിൽ വെള്ള പേള് വെച്ചിട്ട് ചെയ്യൂലേ, അതിൻ്റെ പേരും ഗുങ്കുരുവാണ്. പിന്നെ ഇത് നമ്മൾ നേരത്തെ തന്നെ കാണിച്ചല്ലോ, അത് 2 പാക്കറ്റ് വീതം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അത്രയും ഐറ്റംസ് ആണ് നമ്മളിപ്പോൾ വാങ്ങിച്ചത്. ഇതിന് ഏകദേശം എത്ര രൂപയായി ഉണ്ടാവും എന്ന് ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യാൻ കഴിയുമോ? കഴിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കറക്റ്റ് ഗസ് ചെയ്യണ ആൾക്കൊരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു 10,000 റുപ്യേൻ്റെ സാധനം ഒന്നും ആവില്ല നമ്മൾ വാങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.